തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഒരു മാസം മുമ്പ് ഒരു ക്യാൻസർ രോഗിയെ സന്ദർശിക്കുവാനായിട്ട് ഒരു വീട്ടിലേക്ക് പോവുകയുണ്ടായി. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. കുറച്ച് നേരം അവരുമായിട്ട് സംസാരിച്ചിരിക്കുന്നിടയ്ക്ക് വല്യപ്പൻ കൊച്ചുമകനെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവൻ ഹിന്ദി പഠിക്കുവാനായിട്ട് പുറകോട്ടാണ്. ബാക്കിയുള്ള വിഷയങ്ങളിൽ ഇവന് നല്ല മാർക്കുണ്ട്, ഹിന്ദിയിൽ വളരെ മാർക്ക് കുറവാണ്. അച്ഛൻ ഇവനോട് ഹിന്ദി പഠിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പറയണം, പ്രോത്സാഹിപ്പിക്കണം. ഞാൻ അവനോട് ചോദിച്ചു, എന്താ മോനെ ഹിന്ദി പഠിക്കാനായിട്ട് ഇത്രയ്ക്കും പുറകോട്ട്? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് US പാസ്പോർട്ടാണ്, ഞാൻ അമേരിക്കയിലേക്ക് പോകാനുള്ള ആളാണ്, ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് നല്ലത്. ഇത് കേട്ടുകൊണ്ടിരുന്ന പ്രായമായിട്ടുള്ള ആ വല്യമ്മച്ചി ചോദിക്കുകയാണ് മകനോട്, മോനെ, നമ്മുടെ പൗരത്വം എവിടെയാണ്? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പൗരത്വം അമേരിക്കയാണ്, എനിക്ക് US പാസ്പോർട്ടാണ്, ഞാൻ 10ാം ക്ലാസ് കഴിയുമ്പോൾ അമേരിക്കയിലേക്ക് പോകും. അപ്പോൾ വീണ്ടും ആ അമ്മച്ചി അവനോട് പറയുകയാണ്, മോനെ, കഴിഞ്ഞ വെക്കേഷനിൽ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ എന്താണ് മോനെ പഠിപ്പിച്ചത്? മോനെ, നമ്മുടെ പൗരത്വം എവിടെയാണ്? കുറച്ച് സമയം ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ആ അമ്മച്ചി പറയുകയാണ്, മോനെ, നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരുവാനാണ് നമ്മൾ നന്നായി പഠിക്കേണ്ടത്, പ്രയത്നിക്കേണ്ടത്, ശ്രമിക്കേണ്ടത്. നമ്മൾ ഭൂമിയിൽ താൽക്കാലികമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. അതിനു വേണ്ടിയിട്ട് നീ നന്നായി പരിശ്രമിക്കണം, സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് നീ നന്നായി പഠിക്കണം. പ്രിയമുള്ളവരെ, പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ ഇന്ന് കുടുംബത്തിൽ നിന്ന് വേർപ്പെടുത്തി ഓൾഡ് ഏജ് ഹോമിലേക്ക് വിടുന്നൊരു സംസ്കാരത്തിലാണ് നമ്മളെല്ലാവരും. പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ പേരക്കുട്ടികൾക്ക് വലിയൊരു അനുഭവ സമ്പത്താണ്. അവർ വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അവർ വലിയ മൂല്യങ്ങളിൽ മക്കളെ വളർത്തും, അവർ സ്വർഗത്തിലേക്ക് മക്കളെ കൈപിടിച്ച് നടത്തുന്നവരാണ്. നമ്മൾ പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ സ്നേഹിക്കാനായിട്ട് പഠിക്കുക, അവരെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുക. അത് നമ്മുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമായിട്ട് മാറും. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, മാറ്റി നിർത്താതെ അവരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക, സ്നേഹിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുവെട്ടം